ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ് സ്റ്റഡീസിലെ സ്റ്റാഫിംഗ് എന്ന ചാപ്റ്ററിൽ വരുന്ന എന്താണ് സെലക്ഷൻ, അതുപോലെ സെലക്ഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ് എന്നതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എപ്പോഴാണ് ഒരു ഓർഗനൈസേഷനിൽ ഒരു സെലക്ഷൻ പ്രോസസ്സ് നടത്തുന്നത്? യെസ്, ആഫ്റ്റർ ദി കംപ്ലീഷൻ ഓഫ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ്. റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഓർഗനൈസേഷനിൽ സെലക്ഷൻ പ്രോസസ്സ് നടത്തുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ വാട്ട് ഡു യു മീൻ ബൈ സെലക്ഷൻ? എന്താണ് സെലക്ഷൻ എന്ന് പറയുന്നത്? സെലക്ഷൻ ഈസ് ദി പ്രോസസ് ഓഫ് ചൂസിംഗ് ദി ബെസ്റ്റ് ഓർ മോസ്റ്റ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ് ടു ഫിൽ ദി വേക്കൻറ്റ് ജോബ് പൊസിഷൻ എമംഗ് ദി പൂൾ ഓഫ് അപ്ലിക്കൻസ്. സെലക്ഷൻ എന്ന പ്രോസസ്സ് സിമ്പിളായി പറയുകയാണെങ്കിൽ, ഒരു ഓർഗനൈസേഷനിൽ ഏതെങ്കിലും ഒരു ജോലി ഒഴിവ് വരികയാണെങ്കിൽ അവിടെ നമുക്ക് എംപ്ലോയീസിൻ്റെ ആവശ്യം വരും. ഓക്കെ, ആ ടൈമിൽ ആ ഓർഗനൈസേഷൻ ഒരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യും. അത് കണ്ടിട്ട് ഒരുപാട് പേര് ആ ഓർഗനൈസേഷനിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് സ്യൂട്ടബിൾ ആയി തോന്നുന്ന അല്ലെങ്കിൽ നമുക്ക് ക്വാളിഫൈഡ് ആണ് എന്ന് തോന്നുന്ന ഒരു വ്യക്തിയെ ചൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? സെലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ സെലക്ഷൻ ഈസ് ദി നെഗറ്റീവ് പ്രോസസ്. ഡു യു എഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെന്റ്? ഓക്കെ, ഒരുപാട് പേര് സെലക്ഷൻ പ്രോസസ്സ് ഒരു നെഗറ്റീവ് പ്രോസസ്സാണ് അല്ലെങ്കിൽ നെഗറ്റീവ് പ്രോസസ്സ് അല്ല എന്നും പറയുന്നവർ ഉണ്ടായിരിക്കും. എന്നാൽ സെലക്ഷൻ പ്രോസസ് ഈസ് ദി നെഗറ്റീവ് പ്രോസസ് ബിക്കോസ് ദി അൺക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് ആർ റിജക്റ്റഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്ത്? റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് ഒരു പോസിറ്റീവ് പ്രോസസ്സാണ്. കാരണം ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസിന്റെ ആവശ്യം വരുമ്പോൾ ഒരുപാട് പേര് ആ ജോലിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അപ്ലൈ ചെയ്യും. അപ്പോൾ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ചാൻസ് എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് ചാൻസ് കൊടുക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു പോസിറ്റീവ് പ്രോസസ്സാണ്. പക്ഷേ സെലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഒരുപാട് പേരിൽ നിന്ന് ഒരാളെ മാത്രമാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഒരുപാട് പേര് വന്നതിൽ നിന്ന് നമുക്ക് സ്യൂട്ടബിൾ ആയി തോന്നുന്ന ഒരാളെ മാത്രമാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ നെഗറ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നുണ്ട്. ഒരാൾക്ക് മാത്രമാണ് നമ്മൾ ചാൻസ് കൊടുക്കുന്നത്. ഓക്കെ, ഒരുപാട് പേർക്കൊന്നും നമ്മൾ ചാൻസ് കൊടുക്കുന്നില്ല. നമുക്ക് ക്വാളിഫൈഡ് ആയി തോന്നുന്ന ഒരാൾക്ക് മാത്രമാണ് നമ്മൾ ആ ഒരു ചാൻസ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് സെലക്ഷൻ ഈസ് ദി നെഗറ്റീവ് പ്രോസസ് എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, അങ്ങനെയെങ്കിൽ എന്തൊക്കെയാണ് ഒരു സെലക്ഷന്റെ പ്രോസസ്സ് എന്ന് നമുക്ക് നോക്കാം. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സുകൾ വരുന്നുണ്ട്. ഓർഗനൈസേഷനിൽ നമ്മളൊരു പെട്ടെന്ന് നമുക്കൊരു എംപ്ലോയീസിനെ അവിടെ സെലക്ട് ചെയ്യാനൊന്നും കഴിയില്ല. അതിൻ്റെ ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ ആവശ്യമായിട്ടുള്ള ഒരു എംപ്ലോയിനെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഇൻ ദി സെലക്ഷൻ പ്രോസസ്? സെലക്ഷൻ പ്രോസസ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് നമ്മൾ ഒരുപാട് ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻസ് ഡിഫറെൻറ്റ് മെത്തേഡിലൂടെയാണ് എന്ത് കണ്ടക്ട് ചെയ്യുന്നത്? സെലക്ഷൻ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ഒരു സ്മോൾ ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലെങ്തി പ്രോസസ്സിലൂടെ ഒന്നുമല്ല ഒരു എംപ്ലോയിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. എന്നാൽ ഒരു ലാർജ് ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ ആയിരിക്കും നമുക്ക് ആവശ്യമുള്ള എംപ്ലോയീസിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻസ് ഡിഫറെൻറ്റ് മെത്തേഡിലൂടെയാണ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മെത്തേഡുകൾ അഡോപ്റ്റ് ചെയ്തിട്ടാണ് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ, ഒരു എംപ്ലോയിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഏതൊക്കെയാണ് ആ സ്റ്റെപ്പുകൾ എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ പറയുന്നത് ഏതാ? പ്രിലിമിനറി സ്ക്രീനിങ്. Preliminary screening is the first step in the selection process. Selection processile first step ആണ് ഏത്? പ്രിലിമിനറി സ്ക്രീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രിലിമിനറി സ്ക്രീനിങ്ങിൽ നമ്മൾ എന്ത് പറയും? പ്രിലിമിനറി ഇന്റർവ്യൂ എന്നും പറയാറുണ്ട്. ഇവിടെ പറയുന്നത്
നമ്മൾ ഓർഗനൈസേഷനിൽ നമ്മൾ പറഞ്ഞു ഒരു ഇന്റർവ്യൂ, ഒരു ജോലി ഒഴിവ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇന്റർവ്യൂ നമ്മൾ കണ്ടക്ട് ചെയ്യും. ആ ഇന്റർവ്യൂ ഉണ്ടെന്ന് പറയുമ്പോൾ ഒരുപാട് പേര് ആ ജോലിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യും. ഒരുപാട് ആപ്ലിക്കേഷൻ ഫോമുകൾ നമുക്ക് ഒരുപാട് വ്യക്തികളിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ആപ്ലിക്കേഷൻ ഫോമിൽ നിന്ന് നമുക്ക് സ്യൂട്ടബിൾ അല്ലാത്ത, ഒട്ടും ആ ജോലിക്ക് ഒട്ടും സ്യൂട്ടബിൾ അല്ലാത്ത കുറച്ച് കാൻഡിഡേറ്റ്സിനെ നമ്മൾ ആദ്യമേ റിജക്റ്റ് ചെയ്ത് കളയുന്നതാണ് ഏതെന്ന് പറയുന്നത്, പ്രിലിമിനറി സ്ക്രീനിങ് എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമില്ലാത്ത അത്രയും അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സെലക്ഷൻ പ്രോസസ്സിന്റെ ലാസ്റ്റ് സ്റ്റേജ് വരെ ആ വ്യക്തിയെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നമുക്ക് സ്യൂട്ടബിൾ അല്ല, ഒട്ടും സ്യൂട്ടബിൾ അല്ല എന്ന് തോന്നുന്ന ആ വ്യക്തിയെ നമ്മൾ ആദ്യമേ അവരുടെ ആപ്ലിക്കേഷൻ ഫോമിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് റിജക്റ്റ് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്, പ്രിലിമിനറി സ്ക്രീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഏതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, സെലക്ഷൻ ടെസ്റ്റ്. സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ദിസ് ഇസ് ദ ടെസ്റ്റ് കണ്ടക്റ്റഡ് ടു നോ ദി ലെവൽ ഓഫ് എബിലിറ്റി, നോളേജ്, ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ഓഫ് ദി പെർട്ടിക്കുലർ കാൻഡിഡേറ്റ്സ്. നമുക്ക് ആവശ്യമുള്ള കാൻഡിഡേറ്റ്സിന്റെ ലെവൽ ഓഫ് എബിലിറ്റി, അതുപോലെ തന്നെ അവരുടെ നോളേജ്, അതുപോലെ പേഴ്സണാലിറ്റി എല്ലാം നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഏത് നമ്മൾ ചെയ്യുന്നത്, സെലക്ഷൻ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സെലക്ഷൻ ടെസ്റ്റുകൾ ഉണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്റലിജൻസ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, ട്രേഡ് ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ്, ഇത്തരത്തിൽ 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റിലൂടെയാണ് നമ്മൾ സെലക്ഷൻ ടെസ്റ്റ് ഫുൾഫിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് സെലക്ഷൻ ടെസ്റ്റുകൾ എന്ന് പറഞ്ഞത്, ഇന്റലിജൻസ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, ട്രേഡ് ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇന്റലിജൻസ് ടെസ്റ്റ് നമുക്ക് നോക്കാം. ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു സൈക്കോളജിക്കൽ മെത്തേഡും കൂടിയാണ്, സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിലൂടെ നമുക്ക് ആവശ്യമുള്ള എംപ്ലോയിന്റെ, ഒരു വ്യക്തിയുടെ IQ ലെവൽ അല്ലെങ്കിൽ അയാളുടെ മെന്റൽ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഏതെന്ന് പറയുന്നത്, ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഏതാണ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ പഠന മേഖലയിൽ ഉള്ള അയാളുടെ കഴിവ്, അയാളുടെ സ്കില്ല് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഏത്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ ഏതാണ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്. പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ പേഴ്സണൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേഴ്സണാലിറ്റി ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതിലൂടെ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന പല ഇമോഷൻസ്, അതായത് ഒരു പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ ജോലി അത്ര എന്താ പറയുക ക്ഷമയോടെ ചെയ്യാനൊന്നും കഴിയില്ല. അപ്പോൾ ഓരോ ഇമോഷൻസ്, അയാളുടെ ഡിഫറെന്റ് ഇമോഷൻസ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അതുപോലെ ഏതാണ് ആ വ്യക്തിക്ക് നമ്മളൊരു ജോലി പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ജോലിനെ അയാൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, അയാളുടെ മെച്യൂരിറ്റി ലെവൽ എത്രയാണ്, എന്താണ് എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ടെസ്റ്റ് നടത്തുന്നത്, പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്, ഇന്റലിജൻസ് ടെസ്റ്റ് പറഞ്ഞു, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പറഞ്ഞു, പേഴ്സണാലിറ്റി ടെസ്റ്റും പറഞ്ഞു. നെക്സ്റ്റ് ട്രേഡ് ടെസ്റ്റ്. ട്രേഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് നമ്മൾ പെട്ടെന്നൊരു ജോലി കൊടുത്തു കഴിഞ്ഞാൽ അയാൾ എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ട് ആ ജോലി ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡ് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ വ്യക്തിക്ക് നമ്മളൊരു അക്കൗണ്ടന്റിൻ്റെയോ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ്റെയോ അല്ലെങ്കിൽ അതുപോലെ ഒരു പ്ലംബറിൻ്റെയോ ഒക്കെ ജോലി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ട് ആ ഒരു ജോലി പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ഏത് ടെസ്റ്റ് നടത്തുന്നത്, ട്രേഡ് ടെസ്റ്റ് നടത്തുന്നത്. ഓക്കെ, അറ്റ് ലാസ്റ്റ് ടെസ്റ്റ് ഏതാണ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അയാൾ ആ ഒരു ജോലിയോട് കാണിക്കുന്ന താല്പര്യം എത്രത്തോളം ഉണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റും കൂടിയാണ്. കാരണം
ഒരു വ്യക്തി അയാൾ കുറച്ച് താല്പര്യത്തോടു കൂടിയായിരിക്കണം ആ ജോലി ചെയ്യേണ്ടത്. കാരണം ആ ഓർഗനൈസേഷനിൽ നല്ല റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം ഇൻട്രസ്റ്റോട് കൂടിയിട്ട് വേണം ആ ജോലിയിൽ അയാൾ ഇടപെടുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഒരു താല്പര്യത്തോട് ഇല്ലാതെയാണ് അയാൾ ആ ജോലി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, വീട്ടുകാരുടെയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ താല്പര്യപ്രകാരമാണ് അയാൾ ആ ജോലി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത്രത്തോളം രീതിയിൽ അയാൾക്ക് ആ ഒരു ജോലിനെ പെർഫോം ചെയ്യാൻ പറ്റില്ല, നല്ല റിസൾട്ട് അയാൾക്ക് കൊടുക്കാൻ പറ്റില്ല, ഫുൾ കോൺസെൻട്രേറ്റോട് കൂടിയിട്ട് ജോലിയൊന്നും ചെയ്യാൻ കഴിയില്ല. അത് ഈ ഓർഗനൈസേഷൻ ഒരു ഡീമെറിറ്റ് ആണ്. ഒരു ബിസിനസ്സിൽ ഒരു നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അത് സാധിക്കില്ല. പക്ഷെ അയാൾ നല്ല താല്പര്യത്തോട് കൂടിയിട്ടാണ് ആ ജോലി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്താ, അയാൾക്ക് നല്ല രീതിയിൽ ആ ഒരു ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അത് ഓർഗനൈസേഷനിൽ തന്നെ എന്താ ബെനിഫിറ്റ് ആണ്. നല്ല റിസൾട്ട്, നല്ലൊരു എഫിഷ്യന്റ് ആയിട്ട് അയാൾ ജോലി ചെയ്യുമ്പോൾ അത് ആർക്കാണ് കൂടുതൽ ബെനിഫിറ്റ്? ഓർഗനൈസേഷൻ തന്നെയാണ് ബെനിഫിറ്റ്, അല്ലേ? ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇന്റലിജൻസ് ടെസ്റ്റ് പറഞ്ഞു, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പറഞ്ഞു, പേഴ്സണാലിറ്റി ടെസ്റ്റ് പറഞ്ഞു, അതുപോലെ ട്രേഡ് ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടെസ്റ്റുകൾ. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഏത് സ്റ്റെപ്പായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? യെസ്, സെലക്ഷൻ ടെസ്റ്റ്. നമ്മൾ ഇതുവരെ പ്രിലിമിനറി സ്ക്രീനിങ് എന്താന്ന് പറഞ്ഞു, ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തത് സെലക്ഷൻ ടെസ്റ്റ്. മൂന്നാമത്തതാണ് ഏത്? എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. Employment interview is the face-to-face communication between the interviewer and the interviewee. അതായത് ജോലി വേണ്ട ആളും ജോലി ഇന്റർവ്യൂ ചെയ്യുന്ന ആളും തമ്മിലുള്ള ഒരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആണ് ഏതെന്ന് പറയുന്നത്? എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇവിടെ തികച്ചും ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരിക്കും ഇവിടെ നടത്തുന്നുണ്ടാവുക. കാരണം എന്താ വെച്ചാൽ ആ വ്യക്തിയുടെ എല്ലാ ഡീറ്റെയിൽസും ഇൻഫോർമേഷൻസും കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്റർവ്യൂവറുടെ മെയിൻ ധർമ്മം എന്ന് പറയുന്നത്. അയാളുടെ നെയിം എന്താണ്, അയാളുടെ അഡ്രസ്സ് എന്താണ്, അയാളുടെ ഫോൺ നമ്പർ എന്താണ്, അതുപോലെ തന്നെ അയാൾക്ക് ആ ജോലി എത്രത്തോളം സ്യൂട്ടബിൾ ആയിട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അയാൾ ഏതെങ്കിലും ഓർഗനൈസേഷനിൽ ഇതിന് മുന്നേ ജോലി ചെയ്തിട്ടുണ്ടോ, പാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഏതാണ്? യെസ്, റെഫറൻസസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു ഇന്റർവ്യൂ നമ്മൾ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എംപ്ലോയർ അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്യുന്ന ഇന്റർവ്യൂവർ ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് എന്ത് കളക്ട് ചെയ്യുന്നുണ്ട്? അയാളുടെ നെയിമും അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇത്തരത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും അല്ലെങ്കിൽ ഇൻഫോർമേഷനും അയാൾ കളക്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ജോലി കിട്ടേണ്ട വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് എത്രത്തോളം ഉണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നെയിമും അഡ്രസ്സും ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസും ഒക്കെ അയാളിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അതിലൂടെ നമ്മൾ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്? അയാളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, അയാൾ പഠിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, അതേപോലെ തന്നെ അയാളുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ, ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ ഏതെങ്കിലും പോലീസ് റെക്കോർഡിൽ അയാളുടെ പേര് വന്നിട്ടുണ്ടോ, അതുപോലെ എന്താണ് അയാളുടെ പേഴ്സണൽ റെപ്യൂട്ടേഷൻ, ഇതിനു മുന്നേ എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്, അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട്, കാര്യങ്ങളെല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ടാണ് റെഫറൻസസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എന്നുള്ള സ്റ്റെപ്പ് അവിടെ ഓർഗനൈസേഷനിൽ നടത്തുന്നത്. ഓക്കെ, ഇതാണ് റെഫറൻസസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് പ്രിലിമിനറി സ്ക്രീനിങ്, 2 സെലക്ഷൻ ടെസ്റ്റ്, 3 എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ, 4 റെഫറൻസസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? നെക്സ്റ്റ് സ്റ്റെപ്പ് ഏതാ? സെലക്ഷൻ ഡിസിഷൻ. സെലക്ഷൻ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി ആ വ്യക്തിയുടെ സെലക്ഷൻ ടെസ്റ്റ് നടത്തി, കുറെ ടെസ്റ്റിലൂടെ അയാളെ നമ്മളൊന്ന് വാച്ച് ചെയ്തു. അതേപോലെ തന്നെ അയാൾക്ക് എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ നമ്മൾ കണ്ടക്ട് ചെയ്തു. അതുപോലെ തന്നെ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചെക്ക് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിൽ പോസിറ്റീവായി വന്നിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ് അവരെ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് സെലക്ഷൻ ഡിസിഷൻ എന്ന് പറയുന്നത്. ചില ഓർഗനൈസേഷനിൽ എന്താണ് ചിലപ്പോൾ ഈ ഒരു സെലക്ഷൻ ഡിസിഷൻ എന്നുള്ളത് ഫൈനൽ സെലക്ഷൻ ആയിട്ടും കൺസിഡർ ചെയ്യാറുണ്ട്. ചില ഓർഗനൈസേഷനിലെ മാനേജേഴ്സ് ഇതൊരു ഫൈനൽ സെലക്ഷൻ ഡിസിഷൻ ആയിട്ടും കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ, അതാണ് സെലക്ഷൻ ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സെലക്ഷൻ ഡിസിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏതാണ് അടുത്ത സ്റ്റെപ്പ്? യെസ്, മെഡിക്കൽ എക്സാമിനേഷൻ.
നമ്മൾ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തേണ്ട ആവശ്യകത ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓർഗനൈസേഷൻ നമ്മളൊരു വ്യക്തിയെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ഹെൽത്ത്, അതേപോലെ തന്നെ അയാളുടെ ഫിസിക്കലി അയാൾ ഫിറ്റ് ആണോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്നത്. ചില ഓർഗനൈസേഷനിൽ നമ്മൾ ഈ സെലക്ഷന്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ടൈമിൽ തന്നെ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്ന ഓർഗനൈസേഷൻസ് ഉണ്ട്. എന്നാൽ ഫൈനൽ സെലക്ഷൻ എത്തുന്നതിന് തൊട്ടു മുന്നേ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്ന ഓർഗനൈസേഷൻസും ഉണ്ട്. അത്തരത്തിൽ മെഡിക്കൽ എക്സാമിനേഷൻ ഓർഗനൈസേഷനിൽ നടത്തുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ നല്ല ഹെൽത്തോട് കൂടിയിട്ട് ചെയ്യേണ്ട ജോലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിക്കൽ എക്സാമിനേഷൻ ഒന്നും നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ലേബേഴ്സിന് നമ്മൾ കേൾക്കാറുണ്ട് ലേബർ ടേൺ ഓവർ, അതായത് ഒരുപാട് ലേബേഴ്സിന്റെ കൊഴിഞ്ഞുപോക്ക്, അതായത് കുറവ് ഓർഗനൈസേഷനിൽ വരാറുണ്ട്. അതിന്റെ മെയിൻ കാരണം വെച്ചാൽ ആ വ്യക്തിക്ക് വരുന്ന ഏതെങ്കിലും മെഡിക്കലായിട്ട് വരുന്ന ഏതെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ അയാളുടെ പെട്ടെന്നുള്ള ഡെത്തോ, ഇതൊക്കെ ഓർഗനൈസേഷനെ പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള കാരണങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ ലേബേഴ്സിന്റെ എണ്ണം ഓർഗനൈസേഷനിൽ കുറയാനുള്ള ചാൻസ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഓർഗനൈസേഷനിൽ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് സ്റ്റേജുകൾ പറഞ്ഞതൊക്കെയാണ്: പ്രിലിമിനറി സ്ക്രീനിങ്, സെലക്ഷൻ ടെസ്റ്റ്, നെക്സ്റ്റ് എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ, റെഫറൻസസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക്, പിന്നെ സെലക്ഷൻ ഡിസിഷൻ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ്, 7ാമത്തെ സ്റ്റെപ്പാണ് ജോബ് ഓഫർ. ജോബ് ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് ഫൈനലി നമ്മൾ ഒരാളെ സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നമ്മൾ ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുക്കുന്ന ഒരു സ്റ്റെപ്പാണ് ജോബ് ഓഫർ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ അയാൾക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുത്തു എന്ന് കരുതിയിട്ട് അയാൾ അവിടെ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആയി മാറുന്നില്ല. ഡയറക്റ്റ് അയാളെ നമ്മൾ അവിടെ പെർമനന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നില്ല. ഓക്കെ, കാരണം എന്താ വെച്ചാൽ അയാൾക്കൊരു പ്രൊബേഷൻ പീരീഡ് ആയിട്ട് ഒരു 3 മാസം അയാൾക്ക് കൊടുക്കുന്നുണ്ട്. ആ ഒരു 3 മാസത്തിനിടയ്ക്ക് അയാൾ എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് ആ ജോലി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ ഇയാളെ കൊണ്ട് നല്ല ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു പ്രൊബേഷൻ പീരീഡ് അയാൾക്ക് കൊടുക്കുന്നത്. ഓക്കെ, അതാണ് ജോബ് ഓഫർ എന്ന് പറയുന്നത്. ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുക്കുന്ന പ്രോസസ്സാണ് ഏതെന്ന് പറയുന്നത്, ജോബ് ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പ് ഏതാ? ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ്. കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞിട്ട് അയാൾ നല്ല എഫിഷ്യന്റ് ആയിട്ട് ആ ജോലി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഓർഗനൈസേഷന് നല്ല ബെനിഫിറ്റ് ആ ആളിലൂടെ ലഭിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് നമ്മൾ അയാളെ പെർമനന്റ് ആയിട്ട് ആ ഓർഗനൈസേഷനിൽ നമ്മൾ അപ്പോയിന്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ആ ആളുടെ എന്താന്ന് പറയുന്നത് കയ്യിൽ നിന്ന് നമ്മൾ കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ വാങ്ങിക്കും. അയാളെ പെർമനന്റ് ആക്കി നമ്മൾ അവിടെ സെലക്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോയിന്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് നമുക്ക് അയാളുടെ ഒരു ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ വാങ്ങി വെക്കും. ഓക്കെ, അങ്ങനെ എംപ്ലോയറും ഒരു എംപ്ലോയിയും തമ്മിലുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ അയാൾ അവിടെ പെർമനന്റ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആയി കഴിഞ്ഞാൽ ഒരു എഗ്രിമെന്റ്, ഒരു കോൺട്രാക്ട് ഉണ്ടാക്കി അതിൽ അയാളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുന്നതാണ് ഏത് കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ അയാളെ കൊണ്ട് ആ കോൺട്രാക്റ്റിലൊക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ അവിടുത്തെ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആയി മാറി. അപ്പോൾ ആ ഒരു കോൺട്രാക്റ്റിൽ എന്തൊക്കെയോ കാര്യങ്ങൾ അവർ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അയാൾ പാലിക്കേണ്ട, ആ എംപ്ലോയി, നമ്മൾ പെർമനന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ആ എംപ്ലോയി പാലിക്കേണ്ട ഓർഗനൈസേഷന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാ അവിടെ ഫോളോ ചെയ്ത് വരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതുപോലെ എന്തൊക്കെയാ ടൂൾസ് ആൻഡ് ടെക്നിക്സ്, അതുപോലെ തന്നെ ഫങ്ഷൻസ്, റെസ്പോൺസിബിലിറ്റീസ്, അയാൾ എടുക്കുന്ന ലീവിന്റെ റൂൾസ്, പിന്നെ അയാളുടെ സാലറി, അലവൻസസ്, പ്രൊബേഷൻ പീരീഡ്, അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ഈ കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, അത് ഫോളോ ചെയ്ത് പോകുന്നതും ഇയാളുടെ ഈ എംപ്ലോയിയുടെ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന കാര്യങ്ങൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്ര സ്റ്റേജിലൂടെയൊക്കെയാണ് നമ്മൾ ഒരു എംപ്ലോയിനെ അവിടെ സെലക്ട് ചെയ്ത് അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊക്കെ സ്റ്റെപ്പുകളാണ് ഇപ്പൊ ഇതുവരെ പറഞ്ഞത്? 8 സ്റ്റെപ്പുകളാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 8 സ്റ്റെപ്പിലൂടെയാണ് നമുക്ക് ആവശ്യമുള്ള എംപ്ലോയിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്.